ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നാം അബ്രഹാമിനെ കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് എന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. വിശ്വാസ വീരനാണ് അബ്രഹാം എന്ന് നമുക്കറിയാം. ഇങ്ങനെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായത് മുഖാന്തരമായിട്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം എങ്ങനെ ദൈവത്തെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. നാം കണ്ടു, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. മാത്രമല്ല, രണ്ടാമതായിട്ട് നാം കണ്ടു, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു എന്ന് കണ്ടു. നിത്യമായ അബ്രഹാമിൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബ്രഹാം കൂടാരങ്ങളിൽ ജീവിച്ചു. മൂന്നാമതായിട്ട് കാത്തിരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്ഷമയോടെ കാത്തിരുന്ന അബ്രഹാം. നാലാമതായി ലോത്തിന് വേണ്ടി ദൈവം മുമ്പിൽ ഇടനിൽക്കുന്ന അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്ന അബ്രഹാമിനെ കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അബ്രഹാം. അഞ്ചാമതായിട്ട് നാം കണ്ടു ദശാംശം കൊടുക്കുന്ന അബ്രഹാം. ആറാമതായിട്ട് നാം കണ്ടു വിശ്വാസം കാരണം പരീക്ഷകൾ ജയിക്കുന്ന അബ്രഹാം. ഇന്ന് ഏഴാമതായിട്ട് നമുക്ക് ഒരു അബ്രഹാമിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ച്, അബ്രഹാം വിശ്വസിച്ചത് മുഖാന്തരമായിട്ട് അബ്രഹാം ചെയ്തതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്ന അബ്രഹാം. നമുക്ക് 12-7 വാക്യം ഒന്ന് വായിക്കാം. 12 അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 12-7 വാക്യത്തിൽ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേതേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേതേൽ പടിഞ്ഞാറ് ഹായ് കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അബ്രഹാമിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അബ്രഹാം എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ ദൈവത്തെ ആരാധിക്കുകയും യാഗപീഠം പണിയുകയും ചെയ്യുന്ന അബ്രഹാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 13-ാം അധ്യായത്തിൽ 13-ന്റെ 3 വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബേതേലിന് ഹായ്ക്കും മധ്യ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നു. താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെയും ദൈവത്തെ ആരാധിക്കുന്ന അബ്രഹാമിനെ കാണുവാനായിട്ട് സാധിക്കും. 23 അധ്യായത്തിൻ്റെ 23-ന്റെ 13-ാം വാക്യത്തിലും നമുക്ക് അത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. 23 അധ്യായം 23-ന്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു. അവിടെ അതിന് 21-ന്റെ 33-34 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം ബേർഷേബയിൽ ഒരു പിജുലവൃക്ഷം നട്ടു. നിത്യം ദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അബ്രഹാം കുറേ കാലം ഫെലിസ്ത്യരുടെ ദേശത്ത് പാർത്തു. അബ്രഹാം എവിടെയൊക്കെ അബ്രഹാം സഞ്ചരിച്ചുവോ അവിടെയൊക്കെ അബ്രഹാം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ഈ കർത്താവിനെ ആരാധിക്കുന്നവരാണോ, കർത്താവിനെ മഹത്വം കൊടുക്കുന്നവരാണോ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഉൽപ്പത്തി 22-ന്റെ 13-14 വാക്യത്തിൽ 22-ന്റെ 13 അബ്രഹാം തലമൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇര എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അങ്ങനെ എവിടെ ചെന്നാലും കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ദൈവമക്കളോട് പറയും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ യേശു സ്ത്രീയോട് എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലും യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളും അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അവിടെ വീണ്ടും കർത്താവ് പറയുകയാണ്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും
നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മോടുള്ള ബന്ധത്തിൽ ആത്മാവിലും സത്യത്തിലും അബ്രഹാം യാഗം കഴിച്ച് കർത്താവിനെ ആരാധിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ യാഗവസ്തുവായിട്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന മുഖാന്തരമായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി പാപമില്ലാത്ത കർത്താവ് നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവ് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ട് ഈ ലോകത്തിൽ വന്ന് നമുക്ക് പകരമായിട്ട് ക്രൂശിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതുകൊണ്ട് ഇന്ന് നമുക്ക് യാഗം കഴിക്കേണ്ട ആവശ്യമില്ല, യാഗവസ്തുവിൻ്റെ ആവശ്യമില്ല. എന്നാൽ കർത്താവിനെ നാം സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലും ആരാധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരിമാരെ, നമ്മുടെ ആരാധന എങ്ങനെയാണ്? നാം സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലുമാണോ കർത്താവിനെ ആരാധിക്കുന്നത്? നന്ദി ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ആരാണെന്നുള്ള കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് കർത്താവിനെ ആരാധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് വിശുദ്ധിയിലും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാൻ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എട്ടാമതായിട്ട്, ദൈവത്തിനായി തന്നെയും മക്കളെയും തനിക്കുള്ളതിനെയും സമർപ്പിക്കുന്ന അബ്രഹാമിനെ നാം കാണാനായിട്ട് സാധിക്കും. അബ്രഹാം കൽപ്പന അനുസരിക്കുന്നു. സകലതും കർത്താവ് പറഞ്ഞതുപോലെ തനിക്കുള്ളതിനെയെല്ലാം ആ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കർത്താവിനായിട്ട് സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ നാം കാണുന്നു. ദൈവം പിന്നെ അബ്രാഹാമിനോട് അരുളി ചെയ്ത്, നീ നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും മധ്യമുള്ളത് നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമാവത്. നിങ്ങൾ പുരുഷപ്രതിയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യമുള്ള നിയമത്തിൻ്റെ അടയാളമാകും. തലമുറയായി നിങ്ങളിൽ പുരുഷപ്രതിയെ ഒക്കെയും 7 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനെയും നിൻ്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിൻ്റെ വീട്ടിലെ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. അതുപോലെ തന്നെ അബ്രഹാം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 17-22 മുതലുള്ള വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനന്തരം അബ്രഹാം തൻ്റെ മകനായ ഇസ്മായേലിനെയും തൻ്റെ വീട്ടിൽ ജനിച്ച സകല ദാസന്മാരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരെയും ഒക്കെയും അബ്രഹാമിൻ്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്ന് തന്നെ പരിച്ഛേദന കഴിച്ചു. അബ്രഹാം പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 99 വയസ്സായിരുന്നു. അവൻ്റെ മകനായ ഇസ്മായേൽ പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു. അബ്രഹാമും അവൻ്റെ മകനായ ഇസ്മായേൽ ഒരേ ദിവസത്തിൽ പരിച്ഛേദന ഏറ്റു. വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യന്മാരും അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോടുകൂടെ പരിച്ഛേദന എടുത്തു. ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട ഒരു ജനമായിട്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അബ്രഹാം തീർന്നെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കർത്താവിൻ്റെ കൽപ്പന അതുപോലെ പ്രമാണിച്ചുകൊണ്ട് അവൻ തന്നെയും തൻ്റെ കുടുംബത്തെയും കർത്താവിനായി സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒമ്പതാമതായിട്ട് സഹോദരനെ കരുതുന്ന അബ്രഹാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ 4 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായി സോതോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് അബ്രഹാമിനെ അറിയിച്ചു. ലോത്ത് അബ്രഹാമിൽ നിന്ന് വിട്ടു താമസിക്കുകയായിരുന്നു. എന്നാൽ അതറിഞ്ഞപ്പോൾ അബ്രഹാം അപ്പോൾ തന്നെ എഴുന്നേറ്റ് തൻ്റെ സഹോദരനെ ബത്തനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞ് അവരെ തോൽപ്പിച്ചു. ദമ്മേശേക്കിൻ്റെ ഇടഭാഗത്തുള്ള ഹേബ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂട്ടി മടക്കി കൊണ്ടുവന്നു. അങ്ങനെ ഈ സഹോദരനെ കരുതുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹോദരന് ആപത്തുണ്ടായപ്പോൾ സഹോദരൻ്റെ കാവൽക്കാരനായിട്ട് തന്നെ നിന്ന് അബ്രഹാം സഹോദരനെ രക്ഷിക്കുന്നതായിട്ടും വീണ്ടെടുക്കുന്നതായിട്ടും കരുതുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഹോദരനെ കരുതുന്ന, സഹോദരൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്ന, സഹോദരൻ്റെ അപകടത്തിൽ സന്തോഷിക്കുന്നവനല്ല, അപകടത്തിൽ അവനെ കരുതുന്നവനായിട്ട് ഇരിക്കണമെന്ന് ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് യെഹെസ്കേലിൻ്റെ 13:5 വാക്യത്തിൽ, യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല, ഇസ്രായേൽ ഗൃഹത്തിനു വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല. ഇത് കർത്താവ് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. നിങ്ങളിത് ചെയ്തിട്ടില്ല, എന്നാൽ ചെയ്യേണ്ടത് നിങ്ങളുടെ കടപ്പാടാണ്. നിങ്ങളത് ചെയ്തേ മതിയാവൂ എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. യെഹെസ്കേൽ പുസ്തകം 3:17 വാക്യത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിപ്പിക്കുകയോ, ദുഷ്ടൻ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യെഹെസ്കേലിനെ ഒരു കാവൽക്കാരനാക്കി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ ഒരു കാവൽക്കാരനാക്കിയാണ്. ദുഷ്ടനോട് അവൻ ചെയ്യുന്ന ദുഷ്ടതയെക്കുറിച്ച് പറയണം. അതുപോലെ അത് നീതിമാൻ തൻ്റെ നീതി വിട്ടും മാറി നീതികേട് പ്രവർത്തിച്ചിട്ട് അവൻ അങ്ങനെ ജീവിച്ചാൽ അവനോട് അത് പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ ദുർമാർഗം വിട്ട് തിരിഞ്ഞാൽ അവനും രക്ഷപ്പെടും. അവനെ ഓർപ്പിച്ചതുകൊണ്ട് നീയും അനുഗ്രഹിക്കപ്പെടും. അവൻ പാപത്തെ ചെയ്യാതിരുന്നാൽ, അവൻ പ്രബോധനം കൈക്കൊണ്ടിരിക്കാൻ അവൻ ജീവിക്കും. നീയും നിൻ്റെ പ്രാണൻ രക്ഷിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്, നമ്മെ രക്ഷിച്ച കർത്താവ് നമ്മളെ തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് നമ്മളെ ദൈവമക്കളും അവകാശികളുമാക്കിയ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതും നാമും ഈ ലോകത്തിൽ കാവൽക്കാരായിട്ട് ജീവിക്കണമെന്നുള്ളതാണ്. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം പറയണം, നമുക്ക് ഈ കർത്താവിനെക്കുറിച്ച് പറയണം. നമുക്കത് 1 പത്രോസ് 2:9 വാക്യത്തിൽ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോൾ കരുണ ലഭിച്ചവർ തന്നെ. അതെ, കരുണ ലഭിക്കാത്തവരായിട്ട് ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചവരായ നമ്മെ കർത്താവ് രക്ഷിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളോട് കരുണ കാണിച്ചതിന്, നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കിയതിന്, വിശുദ്ധ വംശവും സ്വന്തം ജനമാക്കിയതിന് അതിനൊരു ഉദ്ദേശമുണ്ട്. കാരണം നാം ദൈവത്തിനു വേണ്ടി കാവൽക്കാരനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. അവൻ്റെ മഹത്വത്തെ ഘോഷിപ്പാൻ തക്കവണ്ണം, അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം, നമ്മളെ രക്ഷിച്ച കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാണ്. അത് ചെയ്താൽ നാം മറ്റുള്ളവർ കർത്താവിനെ അറിവാനും അനേകർ രക്ഷിക്കപ്പെടുവാനും ഇടയായിട്ട് തീരും. മാത്രമല്ല പ്രിയ സഹോദരിമാരെ, നമ്മൾക്കും നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള ഫലം നാമും അനുഭവിക്കാനായിട്ട് ഇടയായിട്ട് തീരും. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം കാവൽക്കാരാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കോണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതെ, അങ്ങനെ നാം ജീവിച്ചാൽ മറ്റുള്ളവർ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവർ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. അവർ ജീവിക്കും. നാമും നമ്മുടെ ജോലി ചെയ്തതുകൊണ്ട് നമ്മൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ പുകഴ്ചയുണ്ടാകും. നമ്മൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാവൽക്കാരൻ്റെ ശുശ്രൂഷ വിശ്വസ്തയോട് ചെയ്തു തീർപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.